മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ സിനിമയുടെ ആദ്യത്തെ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. പേട്രിയോട്ട് എന്നാണ് സിനിമയുടെ പേര്. 1 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ടീസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഫഹദ് ഫാസിലിൻ്റെ ഡയലോഗോടെയാണ് ടീസർ ആരംഭിക്കുന്നത്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം എന്നാണ് ഫഹദിൻ്റെ കഥാപാത്രം പറയുന്നത്. തൊട്ടു പിന്നാലെ ഫഹദ് ഉദ്ദേശിച്ച ഇവർ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഷോട്ടുണ്ട്. കേണൽ റഹീം നായിക്, ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്നിങ്ങനെ 2 നെയിം ബോർഡുകൾ ടീസറിൽ കാണാം. ഇരുവരും ന്യൂഡൽഹി ഡിഫൻസ് കോളനിയിലെ താമസക്കാരാണ്. തൊട്ടടുത്ത ബ്ലോക്കുകളിലാണ് ഇരുവരും താമസിക്കുന്നതെന്ന സൂചനയും ഇതിൽ നൽകുന്നുണ്ട്. സ്വാഭാവികമായും കേണൽ റഹീം നായിക് എന്ന കഥാപാത്രം മോഹൻലാലിൻ്റേതും ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രം മമ്മൂട്ടിയുടേതുമാണെന്ന് വ്യക്തമാണ്. ഫഹദ് പറഞ്ഞ 2 പേർക്ക് പുറമെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ടെന്ന് ടീസറിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗിൽ നിന്ന് മനസ്സിലാക്കാം. മൊത്തം 3 പേരുണ്ടെന്നാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നത്. സോ ആ 3ാമത്തെ കഥാപാത്രം കുഞ്ചാക്കോ ബോബൻ്റേതാണ്. തൊട്ടടുത്ത സീനിൽ കുഞ്ചാക്കോ ബോബനെ കാണിക്കുന്നുമുണ്ട്. അതുപോലെ മോഹൻലാൽ താമസിക്കുന്നിടത്ത് ഒരു സീക്രട്ട് സ്റ്റെയർ കേസ് കാണിക്കുന്നുണ്ട്. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് പിന്നീട് ടീസറിൽ ഒരു ഫയറിംഗ് സീനും കാണിക്കുന്നത്. എന്നാൽ ഫയറിംഗ് സീൻ കാണിക്കുന്ന സമയത്ത് ഈ സീക്രട്ട് സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യയെ ചതിച്ചവനാണോ അല്ലെങ്കിൽ രാജ്യസ്നേഹിയാണോ എന്ന മമ്മൂട്ടിയുടെ ചോദ്യത്തോടെയാണ് ടീസർ അവസാനിക്കുന്നത്. അവസാനം പാട്രിയോട്ട് എന്ന് എഴുതി കാണിക്കുമ്പോൾ മമ്മൂട്ടിയുടെ കണ്ണുകളാണ് ടൈറ്റിലിൽ കാണുന്നത്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മോഹൻലാലിൻ്റേത് അതിനേക്കാൾ അല്പം ദൈർഘ്യം കുറഞ്ഞതും എന്നാൽ സുപ്രധാനമായതുമായ ഒരു കഥാപാത്രമാണെന്ന് ടീസറിൽ നിന്ന് വ്യക്തമാണ്. 2026 വിഷു റിലീസായാകും പാട്രിയോട്ട് തിയേറ്ററുകളിലെത്തുക.